ഇപ്പം 13 വർഷം അതിനിടയ്ക്ക് ഈ ലാസ്റ്റ് എന്താണ്? പറഞ്ഞില്ലേ, കഴിഞ്ഞ 13 വർഷമായി ഞാനും എന്റെ കുടുംബം അനുഭവിച്ച വേദനയ്ക്ക്, മനോവിഷമത്തിന് ബഹുമാനയുടെ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ഉണ്ടായിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രയത്നിച്ച എന്റെ അഡ്വക്കേറ്റ് സോണിയ ഈ കേസിന്റെ മെറിറ്റ് നോക്കി ഹൈക്കോടതി അപ്പീൽ വരികയും ഹൈക്കോടതി അത് മല്ലയിൽ ശ്രീനായരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട്, കാര്യം കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് എനിക്കൊരു മോചനം തന്നിരിക്കുകയാണ്. അതിന് ഒരുപാട് നന്ദി പറയുന്നു. ഇപ്പം 13 വർഷം വേട്ടയാടപ്പെട്ടു, ഏറെ വേട്ടയാടപ്പെട്ടു. എന്താ എവിടെ നിന്നാണ് ഇത്രയും? ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്താ സംഭവിച്ചെന്നെല്ലാം നിങ്ങൾ പത്രക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്നെ ക്രൂശിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അവരെല്ലാവരും. എന്നെ ബലിയാടാക്കിക്കൊണ്ട് ശ്രമിച്ചതാണ്. പക്ഷേ അത് നടന്നില്ല. അവർക്ക് ഞാൻ അതൊന്നും ജയിലിൽ കിടന്നത് അനുഭവിച്ച എന്റെ കുടുംബവും ഞാനുമാണ്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, ഞാൻ ചെല്ലുന്നു, 11 മണി ചെല്ലുന്നു, അരമണി ചോദ്യം ചെയ്യുന്നു. എന്റെ ഹേമേന്ദ്രൻ വന്ന് എന്തോ ചോദ്യം ചെയ്യുമ്പോൾ എന്നെ അടിക്കുന്നു. ഞാൻ സാർ എന്തിനാ അടിക്കുന്നത് ചോദിച്ചപ്പോൾ പുള്ളി മിണ്ടുന്നില്ല. 4 മണിയായപ്പോൾ പുള്ളി ഇറങ്ങിപ്പോയിട്ട് പറയുന്നു ജോബിനെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നു, പോകുന്നു. ഞാൻ സംഭവിക്കാം. അപ്പോഴും ഞാൻ അറിയുന്നതിനെ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, എന്നോടൊന്ന് ചോദിച്ചു, ഞാൻ കറക്റ്റ് മറുപടി പറഞ്ഞു. പുള്ളി എന്നെ ഒരു അടിച്ചു. ഞാൻ ചോദിക്കുന്നു, സാർ എന്തിനാണ് ഞാൻ അടിക്കുന്നത്? അതിനകത്തൊന്നും മിണ്ടിയില്ല. അങ്ങനെ കാരണം തടിച്ചു. അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ അവരുടെ കാര്യം. ഞാൻ അതിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അവരുടെ കാര്യം. ഞാൻ എന്തായാലും 6ാം ക്ലാസ് മുതലേ കേസ് പ്രവർത്തനം വളർന്നു, മാറിമാൻസ് കോളേജ് പഠിച്ചു, യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരുപാട് സമരങ്ങൾ ചെയ്തു, കേസ് യുദ്ധം സമരം ചെയ്ത വ്യക്തിയാണ് ഞാൻ കോൺഗ്രസ് അല്ലെന്ന് ആരും പറയത്തില്ലല്ലോ എന്തായാലും. പിന്നെ എന്റെ പെൻഷൻ, ഞാൻ പെൻഷന് വേണ്ടി ഇപ്പൊ കൊടുത്തു. കാരണം എനിക്ക് 9 വർഷം ഞാൻ ജോലി ചെയ്താണ്. കഴിഞ്ഞ ഗവൺമെന്റ് എന്റെ പെൻഷൻ അപേക്ഷ തള്ളിക്കളഞ്ഞു. ഇപ്പൊ ഞാൻ വീണ്ടും പുതിയ ഗവൺമെന്റ് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. പരിഗണിക്കുമെന്നാണ് വിശ്വാസം. പക്ഷേ എനിക്ക് വേറെ മാർഗ്ഗമില്ല, ജീവിത മാർഗ്ഗമൊന്നുമില്ല. ഇതേ ഉള്ളൂ മാർഗ്ഗം. ആ പെൻഷൻ കൊണ്ടേ ജീവിക്കാൻ പറ്റും. പിന്നെ മോളെ എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം, കാര്യങ്ങൾ നോക്കണം, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഗവൺമെന്റ് തരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഉള്ളിൽ നിന്നാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പുറത്തുനിന്നല്ല വന്നേ. ഉള്ളിൽ നിന്നുള്ളവർ ചെയ്തുകൊണ്ടാണല്ലോ പുറത്ത് ബാക്കിയുള്ള പ്രതിപക്ഷം എല്ലാവരും ഏറ്റുപിടിച്ച് ശിക്ഷ ഉണ്ടാക്കിയത്. ആരൊന്നും ഞാൻ വേറെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല.